السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي نسلم ولا ختم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, പൃഥ്വിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പൃഥ്വി പബ്ലിക് സ്കൂൾ അതിൻ്റെ 16 ആണ്ടുകൾ പിന്നിട്ട് 16ാമത്തെ വാർഷികാഘോഷ പ്രോഗ്രാമിലാണ് നാം ഇവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പൃഥ്വിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം. ആദ്യത്തെ 3 പീരീഡുകൾ ഇസ്ലാമിക് അഥവാ മദ്രസയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ്, മതപഠന വിഷയങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മതപഠനത്തിൻ്റെ പ്രാധാന്യം വളരെ ഗൗരവത്തോടുകൂടി ഏറ്റെടുത്തവരാണ് നാം ഓരോരുത്തരും. പൃഥ്വിന് ഏറ്റവും ഉയർത്തി പറയാനുള്ള പ്രത്യേകതയും അതുതന്നെയാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു മാതാപിതാക്കൾക്ക് മക്കൾ എന്ന് പറയുന്നത് ഭൗതിക ലോകത്തും നാളെ പരലോകത്തും മാതാപിതാക്കളുടെ നന്മയുടെ ത്രാസിലേക്ക് ധാരാളമായി നന്മകൾ എത്താനുള്ള വഴിയാണ് സ്വാലിഹായ മക്കളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാദമിൻ്റെ സന്തതിക്ക് 3 കാര്യങ്ങളാണ് മരണത്തിന് ശേഷം ഈ ദുനിയാവിൽ നിന്ന് ബാക്കിയാവുക എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അതിലൊന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തു പറഞ്ഞത് വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥനയാണ്. വലതുൻ യദ്ഉ ലഹു എന്നല്ല, ഏതെങ്കിലും മക്കൾ പ്രാർത്ഥിച്ചാൽ പോരാ. സകല തോന്നിവാസവും തമ്മാടിത്തരവും ചെയ്ത് എല്ലാ അധാർമികത പ്രവർത്തനങ്ങളിലും കുത്തഴിഞ്ഞ ജീവിതത്തോടു കൂടി മുന്നോട്ട് പോയി വാപ്പയും ഉമ്മയും മരിക്കുമ്പോൾ അല്ലാഹ് എൻ്റെ വാപ്പയാണല്ലോ മരിച്ച്, ഉമ്മയാണല്ലോ മരിച്ച് എന്ന ഉദ്ദേശത്തോടു കൂടി വന്ന് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന റബ്ബിന് വേണ്ട എന്നർത്ഥം. വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല മതപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ദീനി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പഠിപ്പിച്ചു ത്വലബൽ ഇൽമി യസ്തഗ്ഫിറു ലഹു, ദീൻ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അത് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ സമയം ചെലവഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മാലാകമാർ, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകമാർ അത്തരം ആളുകൾക്ക് വേണ്ടി പാപമോചനം നടത്തുന്നതാണ്. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണേ, ഈ ദീൻ പഠിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പടച്ച റബ്ബിനോട് അള്ളാഹുവിൻ്റെ മലക്കുകൾ എടുത്തു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിലൂടെ പഠിപ്പിക്കണം. നമ്മളെ വാപ്പയും ഉമ്മയും കൂട്ടുകാരോ കുടുംബക്കാരോ നാട്ടുകാരോ അല്ല, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത അള്ളാഹുവിൻ്റെ പ്രത്യേക സൃഷ്ടി വിഭാഗമായ മലക്കുകൾ ഈ ദീനീ വിദ്യാഭ്യാസത്തിന് അത് പഠിക്കുന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി പാപമോചനം നടത്തുന്നു എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഇങ്ങനെ ഡസൻ കണക്കിന് ഹദീസുകൾ ഹദീസിൻ്റെ താളുകളിൽ കാണാൻ കഴിയും. ആ ദീനീ വിദ്യാഭ്യാസമാണ് പൃഥ്വി ഇവിടെ മുന്നോട്ട് വെക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. പൃഥ്വിൻ്റെ മദ്രസയുമായി ബന്ധപ്പെട്ട് നൗഷാദ് സാർ ഒരു വിശദീകരണം നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പൃഥ്വി സെക്കൻഡറി മദ്രസയിലെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ സിലബസുകളൊക്കെ നേരത്തെ നമ്മളൊരു ഡോക്യുമെൻ്ററിയിലൂടെ പ്രദർശിപ്പിച്ചതാണ്. LKG മുതൽ 7th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ മദ്രസ വിദ്യാഭ്യാസം 3 പീരീഡുകളിലായിട്ട് നൽകുന്നുണ്ട്. 16 വർഷമായിട്ട് അത് നമ്മൾ തുടർന്ന് വരികയാണ്. നമ്മുടെ മക്കൾക്ക് പ്രായോഗിക പരിശീലനം, അതുകൂടാതെ അവർക്ക് അഖീദ സംബന്ധമായ വിശ്വാസപരമായ വിഷയങ്ങളിൽ ഒരു ഉറപ്പ് നൽകുന്ന രൂപത്തിലുള്ളൊരു പഠന സമ്പ്രദായമാണ് നമ്മളിവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കാലങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്.